ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ചൈനയെ ഇന്ത്യൻസ് എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചൈന എക്സ്പോസ്ഡ് ആയത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ ബ്രഹ്മോസ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്ത പോർട്ടിൽ വെച്ചിട്ടാണ് കമ്മീഷൻ ചെയ്തത്. അതും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ കരുതപ്പെടുന്നു. കാരണം പാകിസ്ഥാൻ ചൈനയുടെ സബ്മറൈനും കൊണ്ട് വെസ്റ്റ് ബംഗാളിൻ്റെ, അതായത് ബംഗാൾ ഓഷൻ, ബേ ഓഫ് ബംഗാളിൻ്റെ സൈഡിലേക്ക് വരുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബേ ഓഫ് ബംഗാൾ സൈഡിലും നമ്മളെ നിരീക്ഷണം ശക്തിപ്പെടുത്തുകയാണ്. INS ദുനഗിരി, INS സാൻഷോദക്, അതേപോലെ INS അഗ്രേ എന്ന് പറഞ്ഞ 3 കപ്പലുകളാണ് ഇന്ന് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇൻഡോ പസഫിക് കമാൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ ലാർജസ്റ്റ് കമാൻഡ് യൂണിറ്റ് ആണ്. ആ കമാൻഡ് യൂണിറ്റിൻ്റെ പേര് മാറ്റിയായിരുന്നല്ലോ. പേര് മാറ്റിയിട്ട് US-ൻ്റെ പസഫിക് കമാൻഡ് എന്നാണ് അവർ മാറ്റിയിരിക്കുന്നത്. ഈ പസഫിക് കമാൻഡ് എന്ന് മാറ്റിയത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇത് അവരുടെ ഓതൻറ്റിസിറ്റി, അവരുടെ പേരിൻ്റെ ഓതൻറ്റിസിറ്റിയുടെ ഭാഗമായിട്ട് അവർ മുൻകാലങ്ങളിൽ എന്താണോ ഒരു പേര് വിളിച്ചിരുന്നത് ആ പേര് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ പേര് മാറ്റിയിരിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള എക്സ്പ്ലനേഷൻ. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പേര് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉള്ളിൽ നടത്തിയ ചർച്ചകൾ എന്താണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ 2018 ട്രംപാണ് ഇൻഡോ പസഫിക് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു ഇന്ത്യയുടെ പ്രസൻസും കൂടി ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഇത്രയും കാലം ഈ ഇൻഡോ പസഫിക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അമേരിക്കയ്ക്ക് പ്രാധാന്യമില്ലാത്തതുപോലെ ഉള്ളൊരു പേരാണത്. അപ്പോൾ അതിൽ ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ അലയല്ല, അതേസമയം ഇന്ത്യ അമേരിക്കയുടെ പാർട്ട്ണറും അല്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഡിഫൻസ് മേഖലകളിൽ ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ബന്ധമുണ്ട്, ഇല്ലാന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യയെ അവരെങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ ഇന്ത്യ ബോർഡർ ഷെയർ ചെയ്യുന്നത് ചൈനയുമായിട്ടാണ്. ചൈനയാണെന്നുണ്ടെങ്കിൽ പ്രധാന ശത്രുവാണ്. പ്രത്യേകിച്ച് ചൈന ഒരു ഭീഷണിയാണ്. എവിടെയാണ്? ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ഈ 3 രാജ്യങ്ങൾക്കും അതേപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യയിൽ കിടക്കുന്ന ചെറിയ രാജ്യങ്ങൾക്കൊക്കെ ചൈന ഒരു ഭീഷണിയാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഫിലിപ്പൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തി ഡിഫൻസ് പാർട്ട്ണർഷിപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ സിംഗപ്പൂർ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഇങ്ങനെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ ഡിഫൻസ് സഹകരണം തേടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ മറ്റുള്ള 3 രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ പാർഷ്യലി, ഈ 3 രാജ്യങ്ങളും അമേരിക്കയുടെ ശക്തമായിട്ടുള്ള കൂട്ടുകെട്ടിൽ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഈ മേഖലയിൽ ഇന്ത്യയും കൂടി ഇവരുടെ ചേരിയിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് അന്ന് ഈ 3 രാജ്യങ്ങളുമായിട്ടും ചർച്ച നടത്തിയിട്ട് ഇന്ത്യയെടുത്തും കൂടി സംസാരിച്ചിട്ട് ഇന്ത്യയെ ക്വാഡിൽ മെമ്പറാക്കിയതും അതുപോലെ ഇൻഡോ പസഫിക് എന്ന് പറഞ്ഞിട്ട് അവരുടെ പസഫിക് കമാൻഡിൻ്റെ പേര് മാറ്റിയതും. പക്ഷെ പിന്നീട് ഇപ്പം ഈ പേര് പറഞ്ഞ് ഇത് ഇന്ത്യ അവരുടെ സ്ട്രാറ്റജിയുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് മാറുകയാണ്. കാരണം അവിടെ പേര് പറയുമ്പോഴേ ഇൻഡോ പസഫിക് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യ അവരുടെ ഒരു സെൻട്രൽ ആക്സിസ് ആയിട്ട് ഈ ഏറ്റവും വലിയ കമാൻഡിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നതായിട്ട് അവർക്കൊരു ഫീൽ. അപ്പോൾ അതുകൊണ്ട് ഈ മെഗാ എന്ന് പറഞ്ഞിട്ട് തീവ്ര നിലപാടുള്ള ഈ ഫാർ റൈറ്റ് ചിന്താഗതിയുള്ള അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന ഈ ട്രംപ് നയിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്കായാലും ശരി തന്നെ, അപ്പം ട്രംപിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ഈ ആൾക്കാർക്കും അത് അമേരിക്ക അവിടെ ഒരു പ്രാധാന്യം വഹിക്കാത്തതുപോലുള്ളൊരു ഫീൽ. അതുകൊണ്ടാണ് അവർ പേര് മാറ്റാൻ സാഹചര്യം ഉണ്ടായതെന്നാണ് പറയുന്നത്. പലരുടെയും ഒപ്പീനിയൻ അങ്ങനെ ഉണ്ടായി. അപ്പം അങ്ങനെ ആ ഒപ്പീനിയൻ അനുസരിച്ച് പേര് മാറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ തുടർന്ന് അമേരിക്ക പറയുന്നത് ഇന്ത്യയെ ഞങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല, പേര് ഞങ്ങൾ പഴയ ഒത്തൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് തിരികെ കൊണ്ടുവന്നതാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഈ വിഷയത്തിൽ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻഡോ പസഫിക് ആയാലും US-ൻ്റെ പസഫിക് കമാൻഡ് ആയാലും ഞങ്ങൾക്കെല്ലാം ഒരുപോലെ തന്നെയാണ്. ഇന്ത്യ ഇൻഡോ പസഫിക്കിൽ ഉണ്ടായിരുന്ന സമയത്തും ഇൻഡോ പസഫിക്കിൽ ഇല്ലാത്ത സമയത്തും ഇന്ത്യയുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബൽ മന്ദേബ് വരെയാണ്, അത് റെഡ് സീ വരെ. ഇപ്പുറത്ത് മലാക്ക സ്ട്രൈറ്റ്, ബാബൽ മന്ദേബ്, റെഡ് സീ റൂട്ട്, ഇതാണ് അവിടം വരെയാണ് ഇന്ത്യയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ. അവിടുത്തെ ഉള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇടപെടും. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ മാരിടൈം ട്രാൻസ്പോർട്ടേഷൻസ് നടക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കും ഇന്ത്യക്കും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ റിഫ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പഴയതുപോലെ അല്ല, കുറച്ച് ബന്ധത്തിൽ വിള്ളലുകളൊക്കെ ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ആ സാഹചര്യത്തിൽ പേര് മാറ്റിയത് അത്ര നല്ല സൂചനയല്ല എന്നുള്ളതാണ്
പൊതുവിലുള്ള അഭിപ്രായം. കാരണം ഇതിപ്പോൾ G7 പ്രൈം മിനിസ്റ്റർ മോദിയും അതേപോലെ ട്രംപും തമ്മിൽ കൂടിക്കാഴ്ചകളൊക്കെ നടന്നു. പല വിഷയങ്ങളെക്കുറിച്ച് അവർ ചർച്ച നടത്തി. ആ പഴയ അത്രത്തോളം ആ ഒരു വിള്ളൽ അത്രത്തോളം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും കുറച്ച് ബെറ്റർ പൊസിഷനിലേക്ക് പോയിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം അമേരിക്കയിൽ നടക്കുന്ന മിഡ് ടേം ഇലക്ഷനാണ്. ആ ഇലക്ഷനിൽ ട്രംപിന് വലിയ രീതിയിൽ ഇന്ത്യൻ ഡയസ്പൊറയെ സ്വാധീനിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാരെ ചൊടിപ്പിക്കേണ്ട, അമേരിക്കയിൽ വോട്ട് കിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഇത്തരത്തിൽ മാറ്റി കളിക്കുന്നതാണ്. ട്രംപ് ആക്സിയോസ് എന്ന് പറഞ്ഞ ഒരു പത്രത്തിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഗ്ലോബൽ ലീഡേഴ്സ്, അതായത് മികച്ച 2 ഗ്ലോബൽ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ ചൂസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഷീ ജിൻപിങ്ങിനെ മാറ്റി നിർത്തിക്കോളൂ, ഷീ ജിൻപിങ്ങിനെ കൂടാതെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ട്രംപ് മോദി എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു 10-15 തവണ മോദി മോദി എന്ന് പറയുന്നുണ്ട്. പല വിഷയങ്ങളിലേക്ക് മോദി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ കൂടുതലിപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. കാരണം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. ട്രംപ് വ്യക്തിപരമായിട്ട് തന്നെയാണ് മോദിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ് എന്നുള്ള രീതിയിലൊക്കെ വളരെ വലിയ അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ടുള്ള ഇൻ്റർവ്യൂ ആണ് ആക്സിയോസ് എന്ന് പറഞ്ഞ ആ ഒരു മാധ്യമത്തിന് കൊടുത്തത്. അത് ഓൺലൈനിൽ ഇൻ്റർവ്യൂ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ട്രംപിൻ്റെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ ഇൻ ആക്സിയോസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അതിൻ്റെ 5 minutes ക്ലിപ്പൊക്കെ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇവിടെ ആഡ് ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. Obviously, if I ask you who are the 2 greatest or leaders you like the most on the world stage, I would assume one of them is Xi. Yeah, I think in terms of leadership, I think that's true. Who's the other? When you think of power and leverage and the ability to execute on that. Well, I think Modi is very good, yeah. They've had some very good numbers announced. He stays out of wars, which is smart. He's 1.5 billion people. He's actually the biggest. India is actually the biggest. Modi's a great leader, and we do a lot of business with them, but now we do fair business. They used to really rip us off. I don't blame them for that. You know, we had stupid politicians, but that allowed that to happen. But now we do a lot of business. They're not that happy about it because they used to do a lot better. So, but Modi's great. President Xi is great. Classics, you know. I mean, if you were going to make a movie about either one of them, you wouldn't be able to find the man in Hollywood. I'm telling you, it's as an example, the look of She's got a great look. You know, looks don't matter, right? You know, we don't like that. They say don't talk about looks, but he's he's tall. He's 6'2". He's got a great stature. He's got great confidence, and he's smart. Modi in a very different way. Just highly. പിന്നെ നമ്മൾ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് പോകുന്നത്. ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററിന്റെ ടീം ഇവിടെ ഇന്ത്യയിലുണ്ട്. ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ ചൈന ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇന്ത്യക്കുള്ളിൽ നടക്കുന്നത്, സംഭവം എന്താണ്, എങ്ങനെയാണ് ഇങ്ങനത്തെ കുറച്ച് വീഡിയോകൾ ഫൂട്ടേജസ് ഒക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത്, ഇത് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരിക്കലും ചൈന അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല, നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ഇത് ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ ചൈനയെ പോലെയാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് ഇന്ത്യൻ അംബാസിഡറിനെ വിളിച്ചു വരുത്തി ഈ ഉപദേശം നൽകിയിരിക്കുകയാണ് ചൈന. എന്താണ് സംഗതി വേറെ ഒന്നുമില്ല. ചൈന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലോകമാണ്. ആ പ്രത്യേക ലോകത്തിൻ്റെ ഉള്ളിൽ ആർക്കും അങ്ങോട്ട് കടക്കാനും പറ്റില്ല, അവിടെ നിന്ന് ആർക്കും തന്നെ ഇങ്ങോട്ട് പുറത്തോട്ടുള്ള കാര്യങ്ങൾ അറിയാനും പറ്റില്ല. കാരണം ചൈനയ്ക്ക് ഒരു പ്രത്യേക ഫയർവാലാണ്. ചൈനയുടെ ഫയർവാൽ എന്ന് പറഞ്ഞാൽ ചൈനയ്ക്കുള്ളിലുള്ള സോഷ്യൽ മീഡിയ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയയിലേക്ക് ചൈനീസ് പൗരന്മാർക്കും മെമ്പർ ആവാൻ കഴിയില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ചൈനയ്ക്കുള്ളിൽ ബൈഡു ആണ്, അവരുടെ സെപ്പറേറ്റ് ഫയർവാൾ സിസ്റ്റംസ് ഒക്കെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്ത്യയെക്കുറിച്ച് മോശമായിട്ട് പ്രൊപ്പഗണ്ട നടത്താൻ ചൈനയ്ക്ക് നല്ല മിടുക്കാണ്. അത് ചൈനയ്ക്ക് മാത്രമല്ല, ചൈനയോടൊപ്പം ചേർന്നുകൊണ്ട് ഇപ്പം തുർക്കി, പാകിസ്ഥാൻ ഈ 2 രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 30,000 കോടി വരെ ഇവർ ചിലവാക്കിയിട്ടുണ്ട് ഇന്ത്യക്കെതിരെയുള്ള പ്രൊപ്പഗണ്ട വാർത്തകൾ അടിച്ചിറക്കാൻ. അങ്ങനത്തെ ചൈനയ്ക്ക് ഒരു നാണക്കേട് വേറെ ഒന്നുമില്ല. യഥാർത്ഥ ചൈനയുടെ ഉള്ളിലുള്ള ജീവിതശൈലി എങ്ങനെയാണ്, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടുന്നത്, ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ എങ്ങനെയാണ് ചൈന ഡീൽ ചെയ്യുന്നത്, അവർക്ക് ഏത് തരത്തിലാണ് അവരെ ഫോഴ്സ് ചെയ്യുന്നത്, അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ചൈനയ്ക്കുള്ളിൽ നടക്കുന്ന ഡിസ്ക്രിമിനേഷൻസ്, ഇതിനെല്ലാം കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വീഡിയോകളെല്ലാം തന്നെ ഇന്ത്യക്കുള്ളിൽ വളരെയധികം പോപ്പുലറായിട്ട് ട്രെൻഡിങ്ങിൽ പോകുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പം ഇന്ത്യയെക്കുറിച്ച് പലപ്പോഴായിട്ട് പല വീഡിയോകൾ പുറം രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിലൊന്ന് ഇന്ത്യ ക്ലീൻ അല്ല, 2 ഇന്ത്യക്കാർ ഗ്ലൗസ് ഇട്ടല്ല പാചകം ചെയ്യുന്നത്. കാരണം ഈ ഒരുപാട് വീഡിയോകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഗ്ലൗസ് ഇട്ടല്ല പാചകം ചെയ്യുന്നത്. പല റോഡ് സൈഡിലുള്ള ഈ സ്ട്രീറ്റ് ഫുഡുകൾ വിൽക്കുന്ന ആൾക്കാരും അത്ര വൃത്തിക്ക് മെനക്കല്ല കൊടുക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യം കൂടിയാണ്, അത് നമ്മൾ മറച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യക്കുള്ളിൽ ഇങ്ങനത്തെ പ്രവൃത്തികളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കൃത്യമായിട്ട്
ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇതിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് നടക്കുന്നില്ല, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് മാത്രമാണ് ഇന്ത്യ എന്നുള്ള തരത്തിൽ തുർക്കി, പാകിസ്ഥാൻ, അതുപോലെ പാകിസ്ഥാൻ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ഭയങ്കര വൃത്തിയാണ് കേട്ടോ, അതാണ് കോമഡി. അപ്പോൾ ഇവരുടെ പ്രൊപ്പഗണ്ട, തുർക്കി, ചൈന, പാകിസ്ഥാൻ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള വീഡിയോകൾ, പാകിസ്ഥാൻ്റെ ഉള്ളിൽ 500 രൂപ കൊടുത്താൽ മതി, അവൻ ഇന്ത്യക്കാരൻ്റെ ഫേക്ക് അക്കൗണ്ട് ഇന്ത്യൻ നെയിമിലുണ്ടാക്കി അങ്ങനെ വീഡിയോകളൊക്കെ അവമാരത്തിനെ പ്രചരിപ്പിക്കും. നോക്കുമ്പോൾ ഇന്ത്യക്കാരൻ്റെ അക്കൗണ്ട്, ഇന്ത്യക്കാരൻ തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ആ രീതിയിലൊക്കെ തോന്നിപ്പിക്കുന്ന അക്കൗണ്ടുകൾ, ഫേക്ക് അക്കൗണ്ടുകളൊക്കെ പാകിസ്ഥാനികൾ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ, അപ്പോൾ ഇങ്ങനെയുള്ള 3 രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കെതിരെ പ്രൊപ്പഗണ്ട അടിച്ചിറക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശികളും ഇടയ്ക്ക് ഇപ്പോൾ കൂടാറുണ്ട്. അങ്ങനെ 4 രാജ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കൂട്ടിച്ചേർക്കാം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് നിരന്തരം ഇവർ പ്രൊപ്പഗണ്ട വെച്ച് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചൈനയെക്കുറിച്ചുള്ള ഇത്തരം വീഡിയോകൾ എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതിൽ ചൈന ഞെട്ടലിലാണ്. കാരണം ചൈന എന്താണ്, കംപ്ലീറ്റ് എല്ലാം പൊതിഞ്ഞു മൂടി വെച്ചിരിക്കുകയാണ്. കണ്ണാടിക്കൂട്ടിൻ്റെ ഉള്ളിലെല്ലാം പൊതിഞ്ഞു മൂടി വെച്ചിരിക്കുകയാണ്. ഒരഴുക്കും അവർ പുറത്ത് കാണിക്കില്ല. ഇതാണ് ചൈനയുടെ നിലപാട്. പക്ഷെ അങ്ങനത്തെ ചൈനയ്ക്കുള്ളിൽ നിന്നും എങ്ങനെ ഈ വീഡിയോകൾ പുറത്തു വന്നു? അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ, ഇവരുടെ ഫയർ വാൽ ആരോ ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി, അതാണ് സംഭവിച്ചത്. ഇത് വലിയൊരു ബ്രീച്ചിങ് ആണ്. ചൈന ഇതിനെ ഒരു സെക്യൂരിറ്റി ത്രെട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഇന്ത്യയാണോ എന്നുള്ള ഡൗട്ട് ചൈനയ്ക്ക്. പക്ഷേ ചൈന ഇപ്പം ഈ ഫയർ വാൾ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഇവർ 2-3 രാജ്യങ്ങൾക്ക് ഇതിൻ്റെ നെക്സ്റ്റ് വേർഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വേർഷൻ പറഞ്ഞാൽ ഇതിൽ നിന്നും കുറച്ച് ഫ്യൂച്ചേഴ്സ് ഒക്കെ കുറച്ചിട്ടുള്ള വേർഷനാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അത് കസഖസ്ഥാൻ, അതേപോലെ ഈ SCO മെമ്പറായിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. അത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾക്കാണ്. അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്ന്, അതായത് മ്യാൻമറിന് കൊടുത്തിട്ടുണ്ട്, കസഖസ്ഥാന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എവിടെയോ ഇത് ബ്രീച്ച് ആയിട്ടുണ്ട്, സെക്യൂരിറ്റി ബ്രീച്ച് നടന്നിട്ടുണ്ട്. ഇന്ത്യയാണോ ഇത് ചെയ്തതെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ, ഇതുവരെ അറിയില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇന്ത്യയിൽ 100 കോടി പേര് ഡിജിറ്റലി നെറ്റ് വഴി കണക്റ്റഡ് ആണ്. അത്രയും ആൾക്കാർ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഇൻ്റർനെറ്റ്. അതിൽ ഒരു 80 കോടി പേരെങ്കിലും ആക്റ്റീവാണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഹാഷ്ടാഗിൽ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ, അത് ട്രെൻഡ് ആയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ അത് പോപ്പുലറായിട്ട് പോകും. അതൊരിക്കലും തടയാൻ പറ്റുന്ന കാര്യമല്ല. ഇത് റാൻഡമായിട്ട് നടക്കുന്നതാണ്. ഇത് മനഃപൂർവ്വമായിട്ട് ഇപ്പം ഇന്ത്യയുടെ അംബാസിഡറിനെ വിളിച്ചു വരുത്തി ചൈന ചോദ്യം ചെയ്തത് കൊണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല അത് ചൈനയ്ക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ പേരിന് വേണ്ടി ചൈന ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിന് കൊടുക്കേണ്ട മറുപടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന വീഡിയോകളിലെല്ലാം തന്നെ ചൈനയെ അപമാനിക്കുന്ന തരത്തിലുള്ള, ചൈനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള, ചൈനയുടെ ഈ ഒരു പോഷ്, ചൈനയുടെ ടെക്നോളജിക്കൽ സൊഫിസ്റ്റിക്കേഷൻ, ഇതൊക്കെ ഇല്ലേ, അതെല്ലാം തകിടം മറിയുന്ന രീതിയിലുള്ള വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അഴുക്ക് ചാലിൻ്റെ ഓരത്ത് വളരെ വളരെ മോശമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ അവരുടെ ഹൈജീൻ, ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ വീഡിയോയിൽ ചർച്ചയാവുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് ഇവരോട് കാണിക്കുന്ന ക്രൂരതകൾ, അടിച്ചമർത്തലുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ചൈനയ്ക്ക് ഇത് താല്പര്യമില്ല. കാരണം ചൈനയിൽ പരമാവധി ജനങ്ങൾ താമസിക്കുന്നത് അർബൺ ഏരിയയിലാണ്, സിറ്റികളിലാണ്. പരമാവധി എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരെല്ലാം തന്നെ സിറ്റി ഏരിയയിലാണ് താമസിക്കുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ചൈനയുടെ ഉള്ളിൽ 25%. 25% എന്ന് പറഞ്ഞാൽ ചെറിയൊരു നമ്പറല്ല. അൺഎംപ്ലോയ്മെൻറ്റ് ഇങ്ങനെ ഉയർന്നു വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പൊതുവിൽ ചൈന എല്ലാം തന്നെ മെഷീൻ ലേണിംഗ് ത്രൂ റോബോട്ടിക് ഇമാതിരിയുള്ള മിഷണറി വർക്കുകളിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ടെക്നോളജി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കുറയുകയാണ്. അവിടെ മനുഷ്യൻ്റെ ഉപയോഗം കുറയുകയാണ് എല്ലാ ഫാക്ടറികളിലും, എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ഇങ്ങനെ പല പല കമ്പനികളിൽ ജോലി ആശ്രയിച്ച് നഗരങ്ങളിൽ വന്ന് താമസിക്കുന്ന വില്ലേജസ്, ഇവരെല്ലാം തന്നെ പരമാവധി വില്ലേജുകളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ക്രൈസിസ് ചൈനയ്ക്കുള്ളിലുണ്ട്, യാഥാർത്ഥ്യമാണ്. അത് അൺഡിനയബിൾ ട്രൂത്താണ്. ഇതുകൊണ്ട് ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നത്. പല ഹൈ റൈസ് ബിൽഡിങ്ങുകളിലും ആൾക്കാരില്ല. പിന്നെ ചൈനയ്ക്കുള്ളിൽ ചില മേഖലകളിൽ ഇതേപോലെ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ദാരിദ്ര്യത്തിലാണ്. ആ വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ചൈനയുടെ യഥാർത്ഥ മുഖം, വില്ലേജുകളിൽ എങ്ങനെയാണ് ഈ വില്ലേജിൽ നിന്നും അർബൺ ഏരിയയിൽ വന്ന് താമസിക്കുന്ന ആൾക്കാർ വീണ്ടും വില്ലേജിലേക്ക് മടങ്ങിപ്പോകുന്ന രംഗങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചൈന ഭയങ്കര ദുഃഖത്തിലാണ്. കാരണം ചൈനയാണെന്നുണ്ടെങ്കിൽ അവർ 2-3 സിറ്റികളാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. ആ സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അവർ സിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു, സിറ്റിയിലുള്ള റോഡുകൾ, ഫെസിലിറ്റികൾ, ടെക്നോളജിക്കൽ അഡോപ്റ്റേഷൻ, ഇതൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രൊമോഷന് കിട്ടിയ ഒരു തിരിച്ചടിയായിട്ട് ഇത് മാറുന്നുണ്ട്. അതിനെ ചൈന പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഹൈറാർക്കി കാസ്റ്റ് സിസ്റ്റം, പലരും ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ മാത്രമാണ് ഈ ജാതി ഉള്ളതെന്ന്. ജാതി ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലുണ്ട്. അമേരിക്കയിലുണ്ട്, ചൈനയിലുണ്ട്, പല രാജ്യങ്ങളിലുമുണ്ട്, പല പല കാറ്റഗറിയിലുണ്ട്. ഇപ്പോൾ ചൈനയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷീ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പാണ് ഏറ്റവും ടോപ്പ്. അവരാണ് ഈ പൊസിഷനിലൊക്കെ വരുന്നത്. അവർക്ക് താഴെ നോങ് എന്ന് പറഞ്ഞ ഒരു ഫാർമേഴ്സ് ഗ്രൂപ്പുണ്ട്. അത് കഴിഞ്ഞാൽ ഗോങ് എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഷാങ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. ഈ ഷാങ് എന്ന് പറയുന്നത് വ്യാപാരികളാണ്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇത് ഹൈറാർക്കി ഉണ്ട്. ചൈന ഇതിനെ പറയുന്നത് ഇത്
ഈ ഹൈറാർക്കി ശരിക്കും അവരുടെ എംപ്ലോയ്മെന്റിന്റെ ബേസിസിൽ, അവരുടെ തൊഴിലിന്റെ ബേസിസിൽ വരുന്നതാണ്. അതായത് ജാതിയുടെ അടിസ്ഥാനമല്ല എന്ന് പറയുന്നെങ്കിലും നിങ്ങൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇന്ത്യക്കുള്ളിലും ഈ കാസ്റ്റ് വളരെയധികം അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സംഗതിയാണ്. അപ്പം ഇങ്ങനെ ഒക്കുപേഷണൽ ഹൈറാർക്കിയാണ് ഇതിന് കാരണം എന്നാണ് ചൈന ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇതിലുപരിയായിട്ട് അവരുടെ ഉള്ളിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. മംഗോളിയൻസ്, ഖാൻസ്, അതുപോലെ തന്നെ ടിബറ്റിയൻസ്, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തുള്ള ഡിസ്ക്രിമിനേഷൻ ചൈനയ്ക്കുള്ളിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള തരത്തിലാണ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാടും. ഇവരങ്ങനെയാണ് പ്രൊപ്പഗൻഡ അടിച്ചിറക്കുന്നത്. കാരണം ഇന്ത്യയുടെ വളർച്ചയെ അവർ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ളൊരു സ്റ്റിഗ്മ കൊണ്ട് നമ്മളെ അടിച്ചമർത്തണം എന്നുള്ളതാണ് ചൈനയുടെയൊക്കെ താല്പര്യം. ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വല്ലാത്ത രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഏർപ്പാടാണ് തുർക്കിക്കും ചൈനയ്ക്കും പാകിസ്ഥാനും ഉള്ളത്. ചൈനയുടെ ഫയർവാൾ എന്ന് പറഞ്ഞാൽ ഗീജ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞുള്ള നെറ്റ്വർക്കാണ്. ഇത് നിർമ്മിച്ചത് ചൈനയുടെ ഫാങ് ബീങ് ജിങ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ ഒരു എഞ്ചിനീയറാണ് ഇതിൻ്റെ പുറകിലുള്ള ശില്പി. അയാളാണ് ചൈനയുടെ ഏറ്റവും വലിയ എഞ്ചിനീയറായിട്ട് കരുതപ്പെടുന്നത്. ദ ഫാദർ ഓഫ് ചൈനാസ് ഗ്രേറ്റ് ഫയർവാൾ എന്നാണ് അവർ വിളിക്കുന്നത് ഈ വ്യക്തിയെ. ദ ഫാദർ ഓഫ് ചൈനാസ് ഗ്രേറ്റ് ഫയർവാൾ. ആ ഗ്രേറ്റ് ഫയർവാളാണ് ഇന്ന് ബ്രീച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ത്യക്കാർ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയ ഉടനെ മറ്റൊരു രാജ്യം ജപ്പാൻ്റെ ഉള്ളിലും ഇതേ വിഷയം വൈറലായിട്ടുണ്ട്. ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലെല്ലാം ഇതിപ്പോൾ വൈറലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ വീഡിയോകൾ. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ചൈനയ്ക്ക് ഇതൊരു തിരിച്ചടിയായിട്ട്, ഒരു നാണക്കേടായിട്ടുമാണ് ചൈന ഇതിനെ കരുതുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഗ്രേറ്റസ്റ്റ് ഫയർവാൾ ബ്രീച്ച് നടന്നിട്ടുണ്ട്. ഹാക്കേഴ്സ് അതിനെ പൊട്ടിച്ചിട്ടുണ്ട്, പൊട്ടിച്ചകത്ത് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇത് ഏതുവരെ എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഗ്ലോബൽ ടൈംസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഫീഷ്യൽ പത്രമാണ്. അതിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വൈറൽ വീഡിയോകൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ ഇന്ത്യക്കെതിരെയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കെതിരെയും പ്രസ്താവന പുറത്തിറക്കേണ്ട സാഹചര്യത്തിൽ അവർ എത്തിപ്പെട്ടു. ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന രീതിയിൽ അവരെത്തി. അപ്പോൾ എത്രമാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമായിട്ട് ചൈന ഇതിനെ കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്തൊരു വിഷയം പറയുകയാണെന്നുള്ളത് ഇന്ത്യക്കുള്ളിൽ കാസ്റ്റ് സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാസ്റ്റ് സിസ്റ്റത്തിനെ അനുകൂലിക്കുന്നതല്ല എൻ്റെ നിലപാട്, കാസ്റ്റ് സിസ്റ്റത്തിന് എതിരാണ് എൻ്റെ നിലപാട്. അത് ഞാനിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയിലുണ്ട്, അതുകൊണ്ട് ലോകമെമ്പാടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ അനുകൂലിക്കുക എന്നുള്ളതല്ല. ലോകമെമ്പാടും ഈ വൃത്തികേടുണ്ട്, ആ വൃത്തികേട് ഇന്ത്യയിലും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ നാളെ റിസൈൻ ചെയ്യുമെന്നാണ് ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലേബർ പാർട്ടിക്കുള്ളിൽ 2-3 മിനിസ്റ്റേഴ്സ്, കീർ സ്റ്റാർമറിനെ അനുകൂലിച്ചിരുന്ന മിനിസ്റ്റേഴ്സ് അവർ രാജി സമർപ്പിച്ചിട്ടുണ്ട്. കീർ സ്റ്റാർമറിന് സപ്പോർട്ട് കുറഞ്ഞു വരികയാണ്. ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് പദവിയിലെത്തിയതാണ്. പക്ഷെ ഇപ്പം നിലവിൽ കീർ സ്റ്റാർമർ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. UK ഈ അവസ്ഥ വരാനുള്ള കാരണം ഒന്ന് റഷ്യ-ഉക്രൈൻ യുദ്ധം. അത് അവർ തന്നെയാണ് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതിലൂടെ പരമാവധി കാര്യങ്ങൾക്ക് സാങ്ഷൻസ് ഉണ്ട്. പല വിഷയങ്ങളും റഷ്യയിൽ നിന്നും ചീപ്പായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്, അതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം തന്നെ UK പ്രതിസന്ധിക്കും ഒരു കാരണമായിട്ടുണ്ട്. എന്തായാലും UKയും ഇന്ത്യയും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് യാഥാർത്ഥ്യമായിട്ടുണ്ട്. 15-ാം തീയതി മുതൽ അത് ആക്റ്റീവാണ്. ഇപ്പം ഇന്ത്യയും UKയും തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ത്രൂ ആണ് ട്രേഡ് നടത്തുന്നത്. പക്ഷേ എന്നാലും കീർ സ്റ്റാർമറിന് പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യമില്ല, അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഠിന ശ്രമത്തിലാണ്. പുതിയ MPമാരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, പൊസിഷൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആരും തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കീർ സ്റ്റാർമർ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഈ മന്ത്രിമാർ വിട്ടൊഴിഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ ആവാൻ ആരും തയ്യാറല്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ലേബർ പാർട്ടി ഒരുമിച്ച് തീരുമാനിക്കുമായിരിക്കും. ഇനി പുതുതായിട്ട് ആരെങ്കിലും അവർ പാർട്ടിയിൽ നിന്ന് പ്രപ്പോസ് ചെയ്യുന്നുണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ മറ്റേ നൈജൽ ഫറാജ് എന്ന് പറഞ്ഞിട്ടുള്ള റിഫോം UK പാർട്ടി അവർ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. തീർച്ചയായിട്ടും മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.